ഭർത്താവ്, ഉത്തരങ്ങൾ ഭാര്യയും, ചോദ്യങ്ങൾ വരനും ഉത്തരങ്ങൾ വധുവുമാണ്. വീട്ടില് എൻ്റെ മോനെ കാണുമ്പോൾ ഞാൻ ആദ്യം ഓടി ഓടിക്കും. ചോദ്യം അവരറിയുമ്പോഴത്തെ വിഷയമില്ല, എനിക്കതൊന്നും അറിയില്ല. ഞാൻ ഓടി ഓടിക്കും. ഒരു 10,000 രൂപയുടെ വർഷം കൊണ്ടുവച്ചാൽ പുള്ളി സിമ്പിളായിട്ട് ഊരി പണിത് ഒക്കെയാണ്. അത്രയും കഴിവുള്ള ആൾക്കാരാണ്. ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. അപ്പൊ ഞാനൊരു തമ്പുരാനെ അപ്പൊ വാച്ചെല്ലാം മുട്ടിയെ വെക്കാറുള്ളൂ. പിന്നെ ഇങ്ങനെ സംഭവിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, പിള്ളേരെ നമുക്ക് പ്രോത്സാഹിപ്പില്ല, എന്ത് വന്നാലും പ്രോത്സാഹിപ്പിക്കണം തീരുമാനിച്ചു. അതും പ്രോത്സാഹനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കൽ ഒരു കുട്ടിയുടെ തലയിൽ ആപ്പിൾ വീണു. ആ കഥ ഇപ്പോൾ നാം കേട്ടിട്ടുണ്ട്. ആപ്പിൾ വീണപ്പോൾ അവൻ മേടിച്ചെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു പ്രോബ്ലം അവനുണ്ടായി. അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് അവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അവൻ ചിന്തിക്കാനൊരു സോഴ്സ് അവിടെ ഇട്ടു കൊടുത്തു. അവൻ ചിന്തിച്ചു, നമ്മളാണ് എന്താ പറയും, എടാ നീ തെങ്ങിൻ്റെ ഒക്കെ ചോട്ടിൽ പോയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലേ നമ്മൾ പലപ്പോഴും പറയും. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ അവന് ചിന്തിക്കാനൊരു ഇട കൊടുത്തു. അവൻ ചിന്തിച്ചു, ഇതെന്തുകൊണ്ട് മുകളിലേക്ക് പോയില്ല, താഴത്തേക്ക് തന്നെ എന്തുകൊണ്ടാണ് വീണത്? ആ ചിന്തയിൽ നിന്നാണ് ഐസക് ന്യൂട്ടൻ പിറന്നത്. ഒരു ലെറ്റർ അമ്മയുടെ കയ്യിലുണ്ട്. ആ ലെറ്ററിൽ ഇങ്ങനെ എഴുതി പ്രിൻസിപ്പല് കുട്ടിയുടെ കൈ കൊടുത്തോളൂ. മോൻ ചോദിച്ചു, എന്താ എഴുതിയിരിക്കുന്നത്? വായിക്കുകയാണ്. നീ വളരെ സുന്ദരനാണ് കുട്ടി, നീ സ്കൂളിലെ ഏറ്റവും ബെസ്റ്റാണ്, അതുകൊണ്ട് ഈ സ്കൂളിൽ ടീച്ചർമാർക്ക് തന്നെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല, അതിലും ഓവറാണ്, അത്ര മിടുക്കനാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ സ്കൂളിൽ ചേർക്കുന്നില്ല, ആ സ്കൂളിൽ നിന്ന് TC കൊടുത്ത് വിടുന്നു. നീ വേറെ ഹൈസ്കൂളിലേക്കാണോ, നല്ല സ്കൂളുകളിലേക്ക് ചെന്ന് അവിടെ പഠിക്കണം. ഇത് കേട്ട വഴി മോന് സന്തോഷമായി. അമ്മ അവനെ ചേർത്ത് പിടിച്ചു. ചില വർഷത്തിന് ശേഷം ആ കുഞ്ഞ് വളർന്നു വലുതായി. അവൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് എൻ്റെ കഥ. ഞാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ വളരെ സന്തോഷം.